Hello everyone and welcome back. I hope all of you are doing well. This is the fourth part of the chapter Time, Tense and Aspects, and it is the 15th chapter in English grammar and usage. And in this video we will be discussing present perfect tense, past perfect tense and future perfect tense. So let's begin. Let's begin with present perfect tense. First of all, നമുക്കതിൻ്റെ സ്ട്രക്ചർ നോക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ ഇറ്റ് ഈസ് സബ്ജക്റ്റ് ദെൻ ഹാവ് ഓർ ഹാസ് പ്ലസ് വി ത്രീ ഫോം ഓഫ് ദി വേർബ് ദെൻ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ആഫ്റ്റർ ദി വേർബ്. ഓക്കെ, സോ ദിസ് ഈസ് ദി സ്ട്രക്ചർ. ആൻഡ് ഇതിൻ്റെ യൂസേജ് പറയുന്നതിന് മുമ്പ് ഈ സ്ട്രക്ചറിലുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. അതെങ്ങനെ എസ് ഓർ നോ ആക്കാമെന്നും അത് വെച്ചിട്ട് എങ്ങനെ WH ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാമെന്നുള്ളതും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഐ ഹാവ് വൺ സെൻറ്റൻസ് ദാറ്റ് ഈസ് ഹി ഹാസ് കംപ്ലീറ്റഡ് ഹിസ് വർക്ക്. സോ ഇത് കറക്റ്റ് നമ്മുടെ ഈ സ്ട്രക്ചറാണല്ലോ. ഇറ്റ് ഈസ് ആക്ച്വലി സബ്ജക്റ്റ്, ഹി ഈസ് സബ്ജക്റ്റ്. പിന്നെ നമ്മൾ ഹി എന്ന് വരുന്നതുകൊണ്ട് ഹാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ തിങ്ക് ഓൾ ഓഫ് യു നോ ദിസ് റൂൾ, ഐ ഹോപ്പ് സോ. അതിനകത്ത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വി നീഡ് ടു യൂസ് സബ്ജക്റ്റ് ഈസ് സിംഗുലർ ഒരാളാണെങ്കിൽ നമ്മളെന്ത് ഹാസ് ആണ്. ഐ ഹോപ്പ് യു നോ ദാറ്റ്. ആൻഡ് പ്ലൂരൽ ആണെങ്കിൽ മോർ ദാൻ വൺ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹാവ്. ഇനി ഇൻ ദ പ്ലേസ് ഓഫ് സബ്ജക്റ്റ് ഐ വരികയാണെന്നുണ്ടെങ്കിൽ ഐ ചിലപ്പോൾ ഒരു പക്ഷേ സിംഗുലർ ആയേക്കാം, ബട്ട് സ്റ്റിൽ ഹാവ് ആണ് വരുന്നത്. ഐ ഹോപ്പ് യു നോ ഇറ്റ്. അതുപോലെ യു, ഇനി ഒരാളാണെങ്കിലും ഒന്നിലധികം ആളാണെങ്കിലും യു സബ്ജക്റ്റായി വന്നാലും നമ്മൾ ഹാവ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദി ദ റൂൾ. ആൻഡ് അപ്പോൾ ഇവിടെ ഹി വന്നതുകൊണ്ട് ഹി ഹാസ് കംപ്ലീറ്റഡ് ഹിസ് വർക്ക്. സോ അത് നമ്മുടെ ഹി സബ്ജക്റ്റ് ദെൻ ഹാസ് ഉപയോഗിച്ചു ദെൻ കംപ്ലീറ്റഡ്, ദാറ്റ് ഈസ് V3 ഫോം ഓഫ് കംപ്ലീറ്റ്. ഓക്കെ, ഹിസ് വർക്ക് ഈസ് ഹിയർ ഒബ്ജക്റ്റ്. ഇനി അത് എങ്ങനെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി മാറ്റും? എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി മാറ്റുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഓക്സിലറി വെർബ് എടുക്കുക. ഓക്സിലറി വെർബ് ഹിയർ ഇറ്റ് ഈസ് ഹാസ്. ആ ഹാസ് ബിഗിനിങ്ങിലേക്ക് കൊണ്ടുവരാം, റൈറ്റ് ഇൻ ദ ബിഗിനിങ്. സോ ഹാസ് ഹി കംപ്ലീറ്റഡ് ഹിസ് വർക്ക്, റൈറ്റ്, ദാറ്റ് ഈസ് ദി ക്വസ്റ്റ്യൻ. ആൻഡ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇനി WH ക്വസ്റ്റ്യൻ ആകുന്ന സമയത്തോ ഈ എസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണോ നിൽക്കുന്നത് അതിൻ്റെ തൊട്ട് മുന്നായിട്ട് നമ്മൾ WH ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്ത് കൊടുക്കുക. അവിടെ ഹൗ എന്ന് ചേർക്കുന്ന സമയത്ത് സെൻറ്റൻസ് എങ്ങനെ വരുന്നത്? ഹൗ ഹാസ് ഹീ കംപ്ലീറ്റഡ് ഹിസ് വർക്ക്. എങ്ങനെയാണ് അവൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്, ദാറ്റ്സ് ദ മീനിങ്. ആൻഡ് ഹി ഹാസ് കംപ്ലീറ്റഡ് ഹിസ് വർക്ക് എന്ന് പറഞ്ഞാൽ അവൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഹാസ് ഹീ കംപ്ലീറ്റഡ് ഹിസ് വർക്ക്, അവൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് നോക്കാം. ഐ ഹാവ് ഗോട്ട് അനദർ സെൻറ്റൻസ് ദാറ്റ് ഈസ് യു ഹാവ് പെയ്ഡ് ദ ബിൽ. നീ ബില്ല് പേ ചെയ്തു. ആൻഡ് അതിൻ്റെ എസ് ഓർ നോ ഹാവ് നമ്മൾ ഫസ്റ്റിലേക്ക് എഴുതുന്നു. ഹാവ് യു പെയ്ഡ് ദ ബിൽ, റൈറ്റ്. സോ സോറി ഇറ്റ്സ് നെഗറ്റീവ് സെൻറ്റൻസ്. യു ഹാവിൻ പെയ്ഡ് ദ ബിൽ. സോ നീ ബിൽ പേ ചെയ്തിട്ടില്ല. അതിൻ്റെ നെഗറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ മേക്ക് ചെയ്യുന്നത്. നെഗറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുന്ന സമയത്ത് ഹാവിൻ്റെ ഒരുമിച്ച് ഫസ്റ്റിലേക്ക് എഴുതാം. ഹാവിൻ യു പെയ്ഡ് ദ ബിൽ, നീ ബിൽ പേ ചെയ്തിട്ടില്ലേ, ദാറ്റ്സ് ദ മീനിങ്. ഇനി നെഗറ്റീവിൽ തന്നെ WH ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ എസ് ഓർ നോ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണോ അതേ സ്ട്രക്ചറിൽ നിലനിർത്തിയിട്ട് അതിന് തൊട്ട് മുന്നായിട്ട് WH ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്യുക. സോ ഐ ഹാവ് ആഡഡ് വൈ. സോ ദ സെൻറ്റൻസ് ഈസ് വൈ ഹാവൻറ്റ് യു പെയ്ഡ് ദ ബിൽ. നീ എന്തുകൊണ്ട് ബിൽ പേ ചെയ്തിട്ടില്ല? വൈ ഹാവൻറ്റ് യു പെയ്ഡ് ദ ബിൽ. സോ ദാറ്റ് ഇസ് ദ സ്ട്രക്ചർ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. Now we are going to discuss the usage. ഇതിൻ്റെ യൂസേജുകൾ നോക്കാം ഓരോന്നായിട്ട്. ഫസ്റ്റ് യൂസേജ് എന്താ? ആക്ഷൻസ് കംപ്ലീറ്റഡ് ഇൻ ദ വെരി റീസെൻറ്റ് പാസ്റ്റ്. ആക്ഷൻസ് കംപ്ലീറ്റഡ് ഇൻ ദ വെരി റീസെൻറ്റ് പാസ്റ്റ്, അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട്. തൊട്ട് റീസെൻ്റായിട്ട് ജസ്റ്റ് നൗ കംപ്ലീറ്റഡ് അല്ലേ. തൊട്ട് മുന്നേ നമ്മൾ പൂർത്തിയാക്കിയ കാര്യങ്ങൾ, ഒരു റീസെൻ്റായിട്ട് പൂർത്തിയാക്കിയ കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ബേസിക്കലി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഒരു കാര്യം ഓർക്കേണ്ടത്, ടൈം മെൻഷൻ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കവിത എഴുതാമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഐ ഹാവ് റിട്ടൺ ദ പോം എന്ന് എനിക്ക് പറയാം. ഐ ഹാവ് റിട്ടൺ ദ പോം. ഇപ്പോൾ ജസ്റ്റ് തീർന്നിട്ടേ ഉള്ളൂ. സോ ഐ വിൽ സേ ഐ ഹാവ് റിട്ടൺ ദ പോം. എന്നാൽ ഞാനൊരു സമയം ഉപയോഗിച്ചു എന്ന് വിചാരിച്ചോളൂ. ലൈക്ക് 2 മിനിറ്റ് മുമ്പ് ഞാൻ പൂർത്തിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് റിട്ടൺ മൈ പോം
2 minutes ago. അവിടെ ടൈം നിങ്ങൾ ആ രൂപത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ആക്ഷൻ പ്രസൻറ്റുമായിട്ട് യാതൊരു ബന്ധവും അതിനകത്തില്ല. 2 മിനിറ്റ് മുമ്പ് കംപ്ലീറ്റായ പൂർത്തിയായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ സമയം ഉപയോഗിക്കുകയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്. ഐ കംപ്ലീറ്റഡ് മൈ പോം 2 minutes ago. അതിന് 2 minutes ആയിക്കോട്ടെ, 3 minutes ആയിക്കോട്ടെ, 2 മണിക്കൂർ ആയിക്കോട്ടെ. സമയം മെൻഷൻ ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, സമയം മെൻഷൻ ചെയ്യുന്നില്ലെങ്കിലാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ്ലി ജസ്റ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ആക്ഷൻസ് കംപ്ലീറ്റ് ആണ് ഇത് വെരി റീസെൻറ്റ് പാസ്റ്റ്. ടൈം മെൻഷൻ ചെയ്യാൻ പാടില്ല. യൂഷ്വലി നമ്മൾ ജസ്റ്റ് എന്ന് പറയുന്ന വേർഡ് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാറുണ്ട്. ജസ്റ്റ് നൗ ഫിനിഷ് ചെയ്തതാണെന്ന് കാണിക്കാൻ വേണ്ടി. വി ഹാവ് ജസ്റ്റ് സീൻ ഹെർ. വൺ എക്സാമ്പിൾ, ഹാസ് ഹി ജസ്റ്റ് ലെഫ്റ്റ്, അല്ലേ, അവനിപ്പോൾ പോയിട്ടുള്ളൂ, അല്ലേ, അവനിപ്പോൾ പോയോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി. വി ഹാവ് ജസ്റ്റ് സീൻ, നമ്മളിപ്പോൾ അവളെ അങ്ങോട്ട് കണ്ടിട്ടുണ്ട്. വി ഹാവ് ജസ്റ്റ് സീൻ ഹെർ, ദാറ്റ് ഇസ് ദ മീനിങ് ഇൻ മലയാളം. ദെൻ നെക്സ്റ്റ് യൂസേജ്, ഇതിന് കുറച്ച് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ഒരു 2-3 യൂസേജ് പറയുന്നുണ്ട്. സെക്കൻഡ് യൂസേജ് ഈസ് ആക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂയിങ് ഇൻ ദ പ്രസൻറ്റ്. ഇതാണ് ഇതിൻ്റെ മറ്റൊരു യൂസേജ്. ഒരു പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ആക്ഷൻ, ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് ഇറ്റ് സ്റ്റിൽ കണ്ടിന്യൂയിങ് ഇൻ ദ പ്രസൻറ്റ്. പ്രസൻറ്റിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പാസ്റ്റിൽ തുടങ്ങിയതാണ്, ഇപ്പോഴും ആ സംഭവം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അതൊരു ഉദാഹരണം നോക്കൂ. ദേ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ ഇയേഴ്സ്. വർഷങ്ങളായിട്ട് അവർ ഇവിടെ താമസിക്കുന്നുണ്ട്. ദേ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ ഇയേഴ്സ്. വർഷങ്ങളായിട്ട് അവരിവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അത് പാസ്റ്റിൽ തുടങ്ങിയിട്ടാണ്, ഇപ്പോൾ അവർ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഒരു നെക്സ്റ്റ് എക്സാമ്പിൾ, ഹാവ് യു പ്ലേഡ് ദ പിയാനോ സിൻസ് യു വർ എ ചൈൽഡ്, അല്ലേ. അപ്പം ഇവിടെ സമയം മെൻഷൻ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സമയം മെൻഷൻ ചെയ്തിട്ടില്ല, അങ്ങനെ ചിന്തിക്കേണ്ട. സമയം മെൻഷൻ ചെയ്തു എങ്കിൽ പോലും ഇത് പൂർത്തിയായ ആക്ഷൻ പൂർത്തിയായ സമയമല്ല ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്, തുടങ്ങിയ സമയമാണ്. ഓക്കെ, സോ ഹാവ് യു പ്ലേഡ് ദ പിയാനോ സിൻസ് യു വർ എ ചൈൽഡ്. നീ ചൈൽഡായിരുന്ന സമയം മുതൽക്ക് പിയാനോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നാണ് ചോദ്യം. ഓക്കെ, ഹാവ് യു പ്ലേഡ് ദ പിയാനോ. സോ പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. Then next usage, third usage, that is action repeated in an unspecified period between the past and now. Okay, അപ്പോൾ പാസ്റ്റിൽ തന്നെ സംഭവിച്ചൊരു കാര്യമാണ്, പാസ്റ്റിൽ റിപ്പീറ്റഡ് ആയിട്ട് നടന്നതാണ്. പക്ഷേ നമ്മളിവിടെയും സമയം പറയുന്നില്ല. ഇങ്ങനത്തെ കേസിൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ നോക്കൂ. ദേ ഹാവ് സീൻ ദാറ്റ് ഫിലിം 6 times, അല്ലേ. അവർ ആ ഫിലിം 6 times കണ്ടിട്ടുണ്ട്. പാസ്റ്റിൽ തന്നെയാണ് നടന്നത്, പക്ഷേ നമ്മൾ സമയം മെൻഷൻ ചെയ്യുന്നില്ല, ടൈം പറയാതെ 6 times. ഇങ്ങനെ പറയേണ്ട കാര്യം വരുന്ന സമയത്തും നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. ഓക്കെ, ദേ ഹാവ് സീൻ ദാറ്റ് ഫിലിം 6 times. ഇറ്റ് ഹാസ് ഹാപ്പൻഡ് സെവറൽ ടൈംസ് ഓൾറെഡി. ഒരുപാട് തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ദാറ്റ്സ് ദ മീനിങ്. ആൻഡ് യൂസേജ് 4, വെൻ ദ പ്രിസൈസ് ടൈം ഓഫ് ദി ആക്ഷൻ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഓർ നോട്ട് നോൺ. ഇപ്പോൾ നമ്മളൊരു ആക്ഷൻ നടന്നു, പൂർത്തിയായ ആക്ഷൻ തന്നെയാണ്, കംപ്ലീറ്റഡ് തന്നെയാണ്, പക്ഷേ നമുക്കതിൻ്റെ ഒരു പ്രിസൈസ് ടൈം നമുക്കറിയില്ല. അതല്ലെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് അല്ല ടൈം പറയുന്നത്. ഓക്കെ, ആൻഡ് നോക്കൂ അതിൻ്റെ ഒരു എക്സാമ്പിൾ, സം വൺ ഹാസ് ഈറ്റൺ മൈ ലഞ്ച്. ആരോ ഒരാൾ എൻ്റെ ലഞ്ച് കഴിച്ചു. സോ നമുക്ക് സമയം അറിയില്ല, ആൻഡ് നമ്മൾ സമയം പറയുന്നില്ല, സമയം അവിടെ ഇമ്പോർട്ടൻറ്റും അല്ല. സം വൺ ഹാസ് ഈറ്റൺ മൈ ലഞ്ച്. ഇപ്പോൾ യെസ്റ്റർഡേ എന്ന് പറയുകയാണെങ്കിലോ, സം വൺ ഹാസ് ഈറ്റൺ മൈ ലഞ്ച് യെസ്റ്റർഡേ, സെൻറ്റൻസ് തെറ്റിപ്പോവും. സമയം നിങ്ങൾ മെൻഷൻ ചെയ്താൽ സെൻറ്റൻസ് റോങ് ആണ്. നിങ്ങൾക്ക് സമയം മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ പാസ്റ്റിലാണത് പറയാം. ഇന്നലെ എൻ്റെ ഭക്ഷണം ആരോ തിന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സം വൺ എയ്റ്റ്, ഈറ്റിൻ്റെ പാസ്റ്റ് 8, സം വൺ സിമ്പിൾ പാസ്റ്റിൽ ആയിരിക്കും അത് പറയുന്നത്. സം വൺ എയ്റ്റ് മൈ ലഞ്ച്. പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയുന്ന സമയത്ത് സമയം മെൻഷൻ ചെയ്യാൻ പാടില്ല. സം വൺ ഹാസ് ഈറ്റൺ മൈ ലഞ്ച്. ഓക്കെ, ഇന്നലെ എന്ന് കൂട്ടിയാൽ തെറ്റും. ഓക്കെ, ഇന്നലെ ഒന്ന് കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. സം വൺ എയ്റ്റ് മൈ ലഞ്ച് യെസ്റ്റർഡേ, ദാറ്റ് വിൽ ബി കറക്റ്റ്. ബട്ട് വെൻ യു യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ്, ഡോണ്ട് യൂസ് ടൈം. ദെൻ അനദർ എക്സാമ്പിൾ, ഷീ ഹാസ് ലേൺഡ് ഇറ്റാലിയൻ. അവൾ ഇറ്റാലിയൻ പഠിച്ചിട്ടുണ്ട്. ഷീ ഹാസ് ലേൺഡ് ഇറ്റാലിയൻ. വി ആർ നോട്ട് മെൻഷനിങ് എനി ടൈം. ഓക്കെ, so let's move on to the last usage, 5th usage. I have got one more usage. When the time period referred to has not finished. ഇവിടെ നമുക്ക് സമയം ഉപയോഗിക്കാം. ചെറിയൊരു കേസ് സമയം ഉപയോഗിക്കുന്നത്. വെൻ ദ ടൈം പീരീഡ് നമ്മൾ സമയം ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടൈം പീരീഡ് ഫിനിഷ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇപ്പോൾ ദിസ് വീക്ക് ഐ ഹാവ് വർക്ക്ഡ് ഹാർഡ് ദിസ് വീക്ക്. ഈ ദിസ് വീക്ക് ഇപ്പോൾ തീർന്നിട്ടില്ല, ഈ വീക്കിലാണ് ചെയ്തതെങ്കിൽ പറയാം. എന്നാൽ ഐ ഹാവ് വർക്ക്ഡ് ഹാർഡ് യെസ്റ്റർഡേ എന്ന് പറയാൻ പറ്റില്ല, കാരണം യെസ്റ്റർഡേ തീർന്നു.
ഇപ്പോൾ ദിസ് വീക്ക് എന്ന് പറഞ്ഞ് തീർന്നിട്ടില്ല, നമ്മളിപ്പോൾ ഈ ദിസ് വീക്കിലാണ്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് സമയം യൂസ് ചെയ്യാം, ഇത്തരം രൂപത്തിൽ സമയം യൂസ് ചെയ്യാം. എന്നാൽ കംപ്ലീറ്റഡ് ആയ ഒരു സമയം, പൂർത്തിയായ ഒരു സമയം യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഐ ഹാവ് വർക്ക്ഡ് ഹാർഡ് ദിസ് വീക്ക്. സോ ഈ ദിസ് വീക്ക് എന്നുള്ളത് നോട്ട് ഫിനിഷ്ഡ് ആണ്. ഓക്കെ, ഇറ്റ് ഹാസ് റെയിൻഡ് എ ലോട്ട് ദിസ് ഇയർ, അങ്ങനെ ഉപയോഗിക്കാം. വി ഹാവൻ സീൻ ഹെർ ടുഡേ, ടുഡേയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ടുഡേ പറയാം. ഓക്കെ, വി ഹാവൻ സീൻ ഹെർ ടുഡേ. എന്നാൽ ഇത് സിമ്പിൾ പാസ്റ്റിലും പറയാം കേട്ടോ. ഞാൻ ഇന്ന് അവളെ കണ്ടിട്ടില്ല, വി ഡിഡിൻ, ഞങ്ങൾ ഇന്ന് അവളെ കണ്ടിട്ടില്ല എന്നുള്ളത് സിമ്പിൾ പാസ്റ്റിലും പറയാം. വി ഡിഡിൻ സീ ഹെർ ടുഡേ, അങ്ങനെയും പറയാം. സോ അവിടെ നമുക്ക് രണ്ട് രൂപത്തിലും പറയാം, പ്രസൻറ്റ് പെർഫെക്റ്റിലും പറയാം. ഈ പറയുന്ന കാര്യങ്ങൾ പ്രസൻറ്റ് പെർഫെക്റ്റിലും സിമ്പിൾ പാസ്റ്റിലും നമുക്ക് പറയാം. ദെൻ ഇതിൻ്റെ നിങ്ങൾക്ക് ഈ സമയം ഏതൊക്കെ തരത്തിലുള്ള ടൈം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ കൂടെ എന്നുള്ളതാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് ടുഡേ യൂസ് ചെയ്യാം, ദിസ് വീക്ക്, ദിസ് മന്ത്, റീസെൻ്റ്ലി എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, റീസെൻ്റ്ലി, ഐ ഹാവ് ഫിനിഷ്ഡ് ഇറ്റ് റീസെൻ്റ്ലി, അല്ലെങ്കിൽ ഐ ഹാവ് സീൻ ഹെർ റീസെൻ്റ്ലി ഒക്കെ പറയാം. ജസ്റ്റ് നൗ പറയാം, സോ ഫാർ ഇതുവരെ ഒക്കെ എന്നുള്ള അർത്ഥത്തിൽ ഇനിയും. ഐ ഹാവിൻറ്റ് കംപ്ലീറ്റഡ് യെറ്റ്, ഐ ഹാവിൻറ്റ് കംപ്ലീറ്റഡ് ഇറ്റ് യെറ്റ്, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, സോ ഫാർ വി ഹാവ് ഡിസ്കസ്ഡ് 5 tenses ഒക്കെ പറയാം. ഓക്കെ, വി ഹാവ് ഡിസ്കസ്ഡ് ഡിസ്കസ്ഡ് 5 tenses സോ ഫാർ ഒക്കെ പറയാം. സോ ഫാർ യു ക്യാൻ യൂസ് അലോങ് വിത്ത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. നൗ വി മൂവ് ഓൺ ടു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, ദ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റിന് ശേഷം ഹാഡ് യൂസ് ചെയ്യുന്നു. നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസ്. ഹി ഹാഡ് സീൻ ഹെർ ബിഫോർ ഷീ സോ ഹിം. ഹി ഹാഡ്, ഞാൻ മീനിങ് പറയുന്നുണ്ട്. ഹി ഹാഡ് സീൻ ഹെർ, അവൻ അവളെ കണ്ടിട്ടുണ്ടായിരുന്നു. ബിഫോർ ഷീ സോ ഹിം, അവൾ അവനെ കാണുന്നതിന് മുൻപ്. അവൾ അവനെ കാണുന്നതിന് മുമ്പ് അവൻ അവളെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ പാർട്ടാണ് നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വരുന്ന സെൻറ്റൻസ്. ഹി ഹാഡ് സീൻ ഹെർ, ഹി ഹാഡ് സീൻ ഹെർ എന്നുള്ളതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, ഹി ഹാഡ് സീൻ ഹെർ, ദിസ് ഈസ് പാസ്റ്റ് പെർഫെക്റ്റ്. സോ ദെൻ അത് എസ് ആക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് പ്രസൻറ്റ് പെർഫെക്റ്റിൽ ചെയ്ത പോലെ ഹാസോ ഹാവ് ഫസ്റ്റിലേക്ക് എടുത്ത പോലെ ഇവിടെ നമ്മൾ ഹാഡിനെ ഫസ്റ്റിലേക്ക് കൊണ്ടിരുന്നു. ദെൻ എസ് ഓർ നോ വന്നു. ഹാഡ് ഹി സീൻ ഹെർ, അവൻ അവളെ കണ്ടിട്ടുണ്ടായിരുന്നോ, അവൾ അവനെ കാണുന്നതിന് മുൻപ്. ഓക്കെ, ഹാഡ് ഹി സീൻ ഹെർ. WH ക്വസ്റ്റ്യൻ ആക്കുമ്പം ഈ എസ് ഓർ നോയുടെ സ്ട്രക്ചർ എങ്ങനെയാണോ അതുപോലെ തന്നെ അത് നിലനിർത്തിയതിൻ്റെ തൊട്ട് മുന്നായിട്ട് WH ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്യുന്നു. എങ്ങനെയായിരുന്നു അവൻ അവളെ കണ്ടതെന്ന് ചോദിക്കുന്നു. ഹൗ ഹാഡ് ഹീ സീൻ ഹെർ, ഹൗ ഹാഡ് ഹീ സീൻ ഹെർ ബിഫോർ ഷീ സോ ഹിം, അവൾ അവനെ കാണുന്നതിന് മുൻപ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് എങ്ങനെയാണെന്ന് നോക്കാം, അതിൻ്റെ സ്ട്രക്ചർ നോക്കാം. എക്സാമ്പിൾ ഈസ് ദേ ഹാഡ് കം ഹിയർ വെൻ ഐ വാസ് എ കിഡ്. ദേ ഹാഡ് കം ഹിയർ, അവർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ്. ദേ ഹാഡ് കം ഹിയർ, ദേ ഹാഡ് കം ഹിയർ വെൻ ഐ വാസ് എ കിഡ്, ഞാനൊരു കിഡായ സമയത്ത്. ഇത് വേറെ ടെൻസാണ്. അപ്പോൾ നമ്മുടെ ടെൻസ് ഇതാണ്, ദേ ഹാഡ് കം ഹിയർ. ഇനി അതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ എന്താണ്, ഹാഡ് നോട്ട്, അത് ചുരുക്കുന്ന സമയത്ത് ഹാഡൻറ്റ്. ദേ ഹാഡൻറ്റ് കം വെൻ ഐ വാസ് എ കിഡ്, ദേ ഹാഡൻ കം വെൻ ഐ വാസ് എ കിഡ്. ഈ നെഗറ്റീവ് എസ് ഓർ നോ, ഹാഡൻ ദേ കം, അവർ വന്നിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡൻ ദേ കം വെൻ ഐ വാസ് എ കിഡ്, ഞാനൊരു കിഡായിരുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് WH ക്വസ്റ്റ്യൻ, ഇതേ ഈ സ്ട്രക്ചറിൽ നമ്മളൊരു WH ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്. വൈ ഹാഡൻ ദേ കം, വൈ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും. വൈ ഹാഡൻ ദേ, ഈ ഞാൻ പറയുന്ന പോലെ തന്നെ സാധാരണ എസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണോ അതേ സ്ട്രക്ചറിന് മുന്നാണ് നമ്മൾ WH ക്വസ്റ്റ്യൻ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ വൈ എന്ന് ആഡ് ചെയ്തു. ബാക്കി നോക്കൂ, ഇവിടെ നിന്നുള്ള അതേ സെൻറ്റൻസ് തന്നെ ആയിരിക്കും. വൈ ഹാഡൻ ദേ കം വെൻ ഐ വാസ് എ കിഡ്, എന്തുകൊണ്ട് അവർ വന്നിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു കിഡായിരുന്ന സമയത്ത്. ദാറ്റ് ഈസ് ദി സ്ട്രക്ചർ ഓഫ് നെഗറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇനി ഇതിൻ്റെ യൂസേജ് നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ഇറ്റ് ക്ലിയർ ദാറ്റ് വൺ ഈവൻറ്റ് ഹാപ്പൻഡ് ബിഫോർ അനദർ ഇൻ ദ പാസ്റ്റ്. അപ്പോൾ നമ്മൾ പാസ്റ്റിൽ 2 പാസ്റ്റ് ആക്ഷൻസ് പറയേണ്ട സാഹചര്യം വരുന്ന സമയത്ത് ഏതാണ് ആദ്യം നടന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും ആദ്യം നടന്ന കാര്യം നമ്മൾ പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലായിരിക്കും, ആദ്യം നടന്ന കാര്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് യൂസേജ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ഇറ്റ് ക്ലിയർ ദാറ്റ് വൺ ഈവൻറ്റ് ഹാപ്പൻഡ് ബിഫോർ അനദർ ഇൻ ദ പാസ്റ്റ്. ഒരു ഈവൻറ്റ്
പാസ്റ്റിലുള്ള മറ്റൊരു ഈവൻറ്റിന് മുന്നേ നടന്നു എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആദ്യം നടന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, ചുരുക്കി പറഞ്ഞാൽ ആദ്യം നടന്ന കാര്യം, രണ്ട് പാസ്റ്റ് ഈവൻറ്റിൽ ആദ്യം നടന്ന കാര്യം പറയാൻ വേണ്ടി നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ വിച്ച് ഈവൻറ്റ് ഈസ് മെൻഷൻഡ് ഫസ്റ്റ്. ആദ്യം നടന്നത് ആദ്യം തന്നെ പറയണമെന്നൊന്നുമില്ല. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ വിച്ച് ഈവൻറ്റ് ഈസ് മെൻഷൻഡ് ഫസ്റ്റ്. നമ്മൾ രണ്ടാമത് നടന്ന ആദ്യം പറയണമെന്നോ അല്ലെങ്കിൽ ആദ്യം നടന്നത് തന്നെ ആദ്യം പറയണം, അങ്ങനെ റൂളൊന്നുമില്ല. അതുകൊണ്ടാണ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ വിച്ച് ഈവൻറ്റ് ഈസ് മെൻഷൻഡ് ഫസ്റ്റ്. ഏത് സംഭവമാണ് ആദ്യം പറയുന്നത് എന്നുള്ളതിൽ കാര്യമില്ല. ദ ടെൻസ് മേക്സ് ഇറ്റ് ക്ലിയർ വിച്ച് വൺ ഹാപ്പൻ ഫസ്റ്റ്. അല്ലേ, നമ്മുടെ ടെൻസ് ഏതാണോ ആ ടെൻസ് നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഏത് ഈവൻ്റാണ് ആദ്യം നടന്നത്. അപ്പം ഞാൻ പിന്നെ ഇവിടെ എഴുതിയ എക്സാമ്പിളൊക്കെ ആ രൂപത്തിലായിരുന്നു. രണ്ടില്ലേ, ഹി ഹാഡ് സീൻ ഹെർ, അവൻ അവളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യം നടന്നതാണ് അല്ലേ, ബിഫോർ ഷീ സോ ഹിം, അവൾ അവനെ കാണുന്നതിന് മുമ്പ്. സോ രണ്ട് പാസ്റ്റിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ആദ്യം നടന്നത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ പറഞ്ഞു. ക്ലിയർ? ഇനി നമ്മുടെ ഇവിടെയുള്ള എക്സാമ്പിൾസ് നോക്കാം. കുറച്ച് എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. ജോൺ ഹാഡ് ഗോൺ ഔട്ട് വെൻ ഐ അറൈവ്ഡ് ഇൻ ദ ഓഫീസ്. ജോണ് പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഓഫീസിൽ അറൈവ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ എത്തിയ സമയത്ത്. അപ്പോൾ ജോൺ ഹാഡ് ഗോൺ എന്നുള്ളതാണ് ആദ്യം സംഭവിച്ച ഈവൻ്റ്. ആദ്യം സംഭവിച്ച കാര്യം അതാണ്, ജോൺ ഹാഡ് ഗോൺ. അതിന് ശേഷമല്ലേ ഞാൻ അറൈവ് ചെയ്തത്. അപ്പോൾ ഞാൻ അറൈവ് ചെയ്ത സമയത്ത് ജോൺ പോയിട്ടുണ്ടായിരുന്നു. ജോൺ പോയത് ആദ്യം സംഭവിച്ചു, അത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ്ലി പറഞ്ഞു. ദെൻ അനദർ എക്സാമ്പിൾ, വെൻ ദേ അറൈവ്ഡ്, അവർ വന്നപ്പോൾ, വി ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ് കുക്കിംഗ്, ഞങ്ങൾ ഓൾറെഡി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നടന്നത് ഞങ്ങൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതാണോ അതോ അവർ വന്നതാണോ? അല്ലേ, അപ്പോൾ അവർ വന്നപ്പോഴേ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് ആദ്യം നടന്നു, അത് പാസ്റ്റ് പെർഫെക്റ്റിൽ പറഞ്ഞു. വി ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ് കുക്കിംഗ്. എപ്പോൾ? വെൻ ദേ അറൈവ്ഡ്, അവർ വന്നപ്പോൾ. ഓക്കെ, അപ്പം രണ്ടാമത് നടന്ന് സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞു, ആദ്യം നടന്ന് പാസ്റ്റ് പെർഫെക്റ്റിൽ പറഞ്ഞു. ഓക്കെ, അനദർ എക്സാമ്പിൾ, ഐ ഹാഡ് സേവ്ഡ് മൈ ഡോക്യുമെൻറ്റ് ബിഫോർ ദ കമ്പ്യൂട്ടർ ക്രാഷ്ഡ്. സോ ഡോക്യുമെൻറ്റ് ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടർ ക്രാഷ് ആകുന്നതിന് മുമ്പ്. സോ ഡോക്യുമെൻറ്റ് സേവ് ചെയ്തതായി നടന്നു, പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. So let's move on to future perfect tense. Structure, it is subject plus will have. സബ്ജക്റ്റിന് ശേഷം will have, then V3. അപ്പോൾ എല്ലാ പെർഫെക്റ്റ് ടെൻസിലും ഹാവോ അതല്ലെങ്കിൽ ഹാവിൻ്റെ വ്യത്യസ്ത രൂപങ്ങളുണ്ടാവും. ഹാവ് അല്ലെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാഡ്. ഓക്കെ, സോ ഹിയർ സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്, ദാറ്റ് ഈസ് ദ സ്ട്രക്ചർ. സെൻറ്റൻസ് നോക്കാം ഈ സ്ട്രക്ചറിലുള്ള. ഷീ വിൽ ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ് ബൈ 3 o'clock. 3 o'clock ആകുമ്പോഴേക്കും അവൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. സ്ട്രക്ചർ അല്ലേ, ഷീ എന്നുള്ളത് സബ്ജക്റ്റാണ്, വിൽ ഹാവ് യൂസ് ചെയ്തു, അതിനുശേഷം പിന്നെ കംപ്ലീറ്റഡ് V3 ആണ്, കംപ്ലീറ്റിൻ്റെ V3 ആയിട്ടുള്ള കംപ്ലീറ്റഡ് യൂസ് ചെയ്തു. ദെൻ ഇറ്റാണ് ഇവിടെ ഒബ്ജക്റ്റ് വരുന്നത്. റൈറ്റ്, സോ ഷീ വിൽ ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ് ബൈ 3 മണിയാകുമ്പോഴത്തേനും അവളത് പൂർത്തിയാക്കിയിട്ടുണ്ടാകും. അത് എസ് ഓർ നോ ആക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? ഹാവ് ആണോ നമ്മൾ എടുക്കേണ്ടത്, വില്ലാണോ എടുക്കേണ്ടത്? ഫസ്റ്റിലേക്ക് നമ്മൾ എടുക്കേണ്ടത് ഹാവ് അല്ല, വി നീഡ് ടു ടേക്ക് വിൽ ടു ദ ബിഗിനിങ്. സോ വിൽ ഷീ ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ് ബൈ 3 o'clock? അല്ലേ, 3 മണിയാകുമ്പോഴേക്കും അവളിത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവില്ലേ? ദെൻ അത് ഇതേ സ്ട്രക്ചറിൽ ഇതേ ഫ്യൂച്ചർ പെർഫെക്റ്റിൽ എങ്ങനെ ഒരു WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കും ഫ്യൂച്ചർ പെർഫെക്റ്റിൽ? അപ്പോൾ നമ്മൾ എസ് ഓർ നോയുടെ സ്ട്രക്ചർ എങ്ങനെയാണോ അതിൽ മുന്നായിട്ട് WH ചേർത്താൽ മതി. സോ വാട്ട്, പിന്നെ ഇവിടുന്ന് വരുന്ന അതേപോലുള്ള സെൻറ്റൻസ് ആണ് ഇവിടെ എഴുതുന്നത്. വാട്ട് വിൽ ഷീ ഹാവ് കംപ്ലീറ്റഡ് ബൈ 3 o'clock? 3 o'clock ആകുമ്പോഴേക്കും അവൾ എന്തായിരിക്കും പൂർത്തിയാക്കിയിട്ടുണ്ടാവുക? വാട്ട് വിൽ ഷീ ഹാവ് കംപ്ലീറ്റഡ് ബൈ 3 o'clock? ഓക്കെ, ദെൻ ഇതിൻ്റെ നെഗറ്റീവ് സ്ട്രക്ചർ നോക്കാം. നെഗറ്റീവ് സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഹി വിൽ ഹാവ് ഫൊഗോട്ടൺ എവറിത്തിങ്, അവനെല്ലാം മറന്നിട്ടുണ്ടാകും. അത് നെഗറ്റീവ്. വില്ലിനെ നമ്മൾ നെഗറ്റീവ് ആക്കണം. വില്ല് നോട്ടും ചേർത്ത് കഴിഞ്ഞാൽ വില്ലിൻ്റെ അല്ല വരുന്നത്, വോണ്ട് ആണ് വരിക. ഓക്കെ, സോ ഹീ വോണ്ട് ഹാവ് ഫൊഗോട്ടൺ എവറിത്തിങ്, അവനെല്ലാം മറന്നിട്ടുണ്ടാവില്ല. ഹീ വോണ്ട് ഹാവ് ഫൊഗോട്ടൺ എവറിത്തിങ്. ഇനി നെഗറ്റീവ് എസ് ഓർ നോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ വോണ്ട് എന്നുള്ളത് അതുപോലെ ഫസ്റ്റിലേക്ക് എഴുതണം. സോ വോണ്ട് ഹീ ഹാവ് ഫൊഗോട്ടൺ എവറിത്തിങ്, അവനെല്ലാം മറന്നിട്ടുണ്ടാവില്ലേ? WH ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? എസ് ഓർ നോ ഉണ്ട്, അതിൻ്റെ അതേ സ്ട്രക്ചർ നിലനിർത്തിയിട്ട് തൊട്ട് മുന്നായിട്ട് WH ചേർക്കുന്നു. വെൻ വി ആഡ് വൈ, ദ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് വൈ വോണ്ട് ഹീ ഹാവ് ഫൊഗോട്ടൺ എവറിത്തിങ്, അവൻ എന്തുകൊണ്ടെല്ലാം മറന്നിട്ടുണ്ടാവില്ല എന്നുള്ള മീനിങ്. നമ്മൾ അങ്ങനെ പറയാറൊന്നുമില്ല അല്ലേ സാധാരണ. വൈ വോണ്ട് ഹീ ഹാവ് ഫൊഗോട്ടൺ എവറിത്തിങ്?
So anyway, that is a sentence in future perfect negative WH question. So let's move on to see the usage of future perfect. എന്താണ് യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണെന്നുള്ളത്. ദ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് റെഫേഴ്സ് ടു എ കംപ്ലീറ്റഡ് ആക്ഷൻ ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലുള്ള ഒരു കംപ്ലീറ്റഡ് ആക്ഷൻ പറയാൻ വേണ്ടിയിട്ട് അല്ലേ. സാധാരണ ഫ്യൂച്ചറിൽ നമ്മൾ പൂർത്തിയാകാത്ത കാര്യമാണ്, പക്ഷേ ഫ്യൂച്ചറിലുള്ള നമുക്ക് കംപ്ലീറ്റ് ആകുന്ന ഉറപ്പുള്ള കാര്യം, യു അണ്ടർസ്റ്റാൻഡ്, അത് പറയാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് റെഫേഴ്സ് ടു എ കംപ്ലീറ്റഡ് ആക്ഷൻ ഓർ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെൻഷൻ എ കംപ്ലീറ്റഡ് ആക്ഷൻ ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, ഇറ്റ് ഈസ് മോസ്റ്റ് ഓഫൻ യൂസ്ഡ് വിത്ത് എ ടൈം എക്സ്പ്രഷൻ. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഇതിനൊരു ടൈം എക്സ്പ്രഷൻ പറയാറുണ്ട്. ഇതിൻ്റെ മുൻപ് ഒരു ടൈമിനുള്ളിൽ തീരും എന്നുള്ള രൂപത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് സാധാരണ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നോക്കൂ, ഇപ്പോൾ നമ്മളൊരു കാര്യം സേർട്ടനായിട്ടും കംപ്ലീറ്റഡ് ആക്കുന്ന ഉറപ്പുണ്ടാകുന്ന നമ്മൾ 100% അത് ഉറപ്പുണ്ടാകുന്ന സമയത്താണ് ഇത് യൂസ് ചെയ്യുക. ഓക്കെ, പൂർത്തിയാക്കിയിട്ടുണ്ടാകും എന്ന് പറയാൻ വേണ്ടി. നോക്കൂ എക്സാമ്പിൾസ്. ബൈ ദ ടൈം യു റീഡ് ദിസ് ഐ വിൽ ഹാവ് ലെഫ്റ്റ്. നീ ഇത് വായിക്കുമ്പോഴേക്കും, ബൈ ദ ടൈം യു റീഡ് ദിസ്, നീ ഇത് വായിക്കുമ്പോഴേക്കും ഐ വിൽ ഹാവ് ലെഫ്റ്റ്. ഇതാണ് നമ്മുടെ ടെൻസ്. ഐ വിൽ ഹാവ്, ഞാൻ പോയിട്ടുണ്ടാകും. I will have left. By the time you read this, I will have left. Okay. Then അതിൻ്റെ ഒരു SOR ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Won't they have arrived by 5 o'clock or 5? 5 മണിയാകുമ്പോഴേക്കും അവർ വന്നിട്ടുണ്ടാവില്ലേ? Won't they have arrived? നെക്സ്റ്റ്, ഐ വിൽ ഹാവ് റെഡ് ദിസ് ബുക്ക് ബിഫോർ യു റീച്ച് ഹിയർ. അല്ലേ, ഇവിടെ ടൈം എക്സ്പ്രഷൻ നീ ഇവിടെ എത്തുന്ന ആ ഒരു സമയമാണ്. അപ്പോൾ അതിൻ്റെ മുൻപ് ഐ വിൽ ഹാവ് റെഡ് ദിസ്, ഞാൻ ഈ ബുക്ക് ഐ വിൽ ഹാവ് റെഡ് ദിസ് ബുക്ക്, അല്ലേ, ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടാകും. ഐ വിൽ ഹാവ് റെഡ് ദിസ് ബുക്ക് ബിഫോർ യു റീച്ച് ഹിയർ, നീ ഇവിടെ എത്തുന്നതിന് മുൻപ്. ദെൻ യു വിൽ ഹാവ് ഫിനിഷ്ഡ് യുവർ റിപ്പോർട്ട് ബൈ ദിസ് ടൈം നെക്സ്റ്റ് വീക്ക്. അടുത്ത വീക്ക് ഈ ഒരു സമയമാകുമ്പോഴേക്കും നീ ഈ റിപ്പോർട്ട് പൂർത്തിയാക്കിയിട്ടുണ്ടാകും. നമുക്ക് ഉറപ്പാണത്. ദാറ്റ്സ് വൈ വി യൂസ് ഇറ്റ്. യു വിൽ ഹാവ് ഫിനിഷ്ഡ് യുവർ റിപ്പോർട്ട് ബൈ ദിസ് ടൈം നെക്സ്റ്റ് വീക്ക്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ദെൻ ഇഫ് യു ഹാവ് ഗോട്ട് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് ഇൻ ദി കമൻറ്റ് ബോക്സ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. Thank you everyone for watching. I hope that you will subscribe to this channel if you haven't done it yet. Okay then, thank you. Bye.